ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ വന്ന ഇൻകോയുടെ റീചാർജ് 20 വോൾട്ടിന്റെ റീചാർജബിൾ ആംഗിൾ ഗൈനറും അതുപോലെ തന്നെ 20 വോൾട്ടും അതേപോലെ തന്നെ 2 AH ആണ് വരുന്നത്. അതേപോലെ അതിന് ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു ചാർജർ. അപ്പോൾ ഇതിന് വരുന്നത് 4500 നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഓൺലൈനിലൊക്കെ ഇതിന് 7 രൂപ വരുന്നുണ്ട്. അപ്പോൾ നേരെ ഇതിന്റെ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആംഗിൾ ഗൈനർ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഇതിന്റെ ബ്രഷ് എന്ന് പറഞ്ഞാൽ BLDC വരുന്നത്, ബ്രഷ്ലെസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാർബണിന്റെ ബ്രഷ് തീരുന്ന അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ ബ്രഷിന് പകരം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ബോർഡാണ്. അപ്പോൾ BLDCന്റെ മോട്ടറൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ കട്ടറൊക്കെ കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ്. ഈ ഒരു ചാവി ഇവിടെ ചാവി ഊരിയിട്ട് നമുക്ക് ബ്ലേഡ് തിരിച്ചിട്ടുണ്ട്. ചെറിയ ബ്ലേഡാണ്, ഇങ്ങനെ തിരിച്ചിട്ട് അതേ തന്നെയാണ് ഇതിന്റെ ചങ്ക് സൈസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, ഇതിന് 2 സ്പീഡ് വരുന്നുണ്ട്. അപ്പോൾ മുകളിൽ കാണുന്ന ഇൻഡിക്കേറ്ററിൽ ഹൈ കാണാം, ഗ്രീനിൽ കത്തും. അതേപോലെ ലോ കാണാം, അതേപോലെ പവർ ഉണ്ട്. ഈ പവർ ഓൺ ആക്കാൻ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ബാറ്ററി ഇടാൻ തന്നെ ഈ ഒരു ക്ലിപ്പ് ടൈപ്പ് ലോക്ക് ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, അമർത്തുക, അത്രേ ഉള്ളൂ. അത് ഊരുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ ബ്ലാക്ക് ഒന്ന് പ്രസ് ചെയ്യുക, വലിക്കുക. വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൂരി കഴിയും. അപ്പോൾ പ്രസ് ചെയ്യുക, ഇത് ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പിന്നെ അത് ഓൺ ആക്കാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു പവറിന്റെ ബട്ടൺ ഇവിടെ കാണാം. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ ഒരു ബട്ടൺ നമ്മൾ ഓൺ ആക്കുന്നു. ഓൺ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഹൈ സ്പീഡിലേക്ക് വർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ജസ്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോ സ്പീഡിലേക്ക് വരും. അപ്പോൾ ഈ ലോ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് ഇനി ബ്ലേഡ് ഇട്ടിട്ട് നോക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ബ്ലേഡൊക്കെ കൊടുക്കുന്ന സമയത്ത് മാക്സിമം ബാറ്ററി ഊരി വെക്കുന്നതല്ല. അപ്പോൾ നമ്മൾ അറിയാതൊക്കെ ടച്ചായിപ്പോൾ എന്ത് പ്രശ്നം കൊണ്ട് ഈ ഒരു കറങ്ങാൻ നമുക്ക് കൈക്ക് കൊടുങ്ങാതൊക്കെ മാക്സിമം കോടുകാർ ഇടുന്ന പകരം ബാറ്ററി ഊരിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ കോൺക്രീറ്റ് കട്ടിംഗ് ബ്ലേഡാണ് ഇത് ഫസ്റ്റ് തന്നെ കുടുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് ബാറ്ററി ഇട്ട് ഓണാക്കിയാൽ തന്നെ ഹൈ സ്പീഡിലേക്ക് കറങ്ങുക. ജസ്റ്റ് നോക്കാം. നല്ല ടോർക്ക് തന്നെ കറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേപ്പർ ബ്ലേഡാണ് അടുത്ത് കുടുക്കിയിരുന്നത്, കമ്പി കുടിക്കാനുള്ള. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ സ്ലോട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്ലൈഡ് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ലോക്ക് ആവും. അപ്പോൾ ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് ചാർജർ ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ കാണാം ഈ ഒരു ഗ്രീൻ ലൈറ്റ് നമുക്ക് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചാർജിങ് കയറുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ ഈ സ്റ്റാറ്റസിലേക്ക് വരുന്ന സമയത്ത്, അതായത് ബ്ലിങ്ക് നിന്ന് കറക്റ്റായിട്ട് അവിടെ സ്റ്റഡി ആയിട്ട് ഈ ഒരു ഗ്രീൻ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കിത് ഫുൾ ചാർജ് ആയി മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് ആയി നേരത്തെ ചാർജ് ആവുന്ന സമയത്ത് ഈ ഒരു ഗ്രീൻ LED ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഈ ബ്ലിങ്കിങ് നിന്നിട്ട് കറക്റ്റ് സ്റ്റഡി ആയിട്ട് കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഫുൾ ചാർജ് ആയി മനസ്സിലാക്കാം. ഇത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ കട്ട് ഓഫ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ബാറ്ററിയിൽ തന്നെ ഇതിൽ തന്നെ 5 ബാറ്ററി ലിഥിയം അയണിന്റെ 4 വോൾട്ടിന്റെ 5 ബാറ്ററിയാണ്. അതായത് 5 × 4 20 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓരോ സെല്ലും ഓരോ സെപ്പറേറ്റ് ആയിട്ട് 4 വോൾട്ടേജ് ചാർജ് ആവുന്നത് കൊണ്ട് അപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് ചാർജിങ് ആയിരിക്കും. സീരീസ് കണക്ഷൻ ആണെങ്കിലും ഇത് സെപ്പറേറ്റ് നമ്മുടെ ഇലക്ട്രിക് കാറിനെ പോലെ തന്നെ കറക്റ്റ് സെപ്പറേറ്റ് ഇതിലൊരു BMS വരുന്നുണ്ട്, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ചാർജറും അതേപോലെ തന്നെ സ്മാർട്ട് ചാർജർ തന്നെയാണ് കറക്റ്റ് വർക്കിംഗ് വരുന്നത് ഈ ഒരു കട്ട് ഓഫ് ആവാനും. അപ്പോൾ ഇതിൽ നമുക്ക് കുത്തിയിട്ട് കഴിഞ്ഞാലും നമുക്ക് ഒരു ഏകദേശം ഒരു 25-30 മിനിറ്റ് കൊണ്ട് ഇത് ഫുൾ ചാർജ് ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തതിനെ കൊണ്ട്. അപ്പോൾ ഇനി ഇതിൽ അഥവാ നമുക്ക് ചാർജ് ചെയ്യാൻ ഓഫ് ആക്കാൻ മറന്നാലും നമുക്ക് ഇതിൽ പ്രശ്നം വരില്ല. ബാറ്ററി ഹീറ്റ് ആയിട്ട് പൊട്ടിത്തെറിക്കുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ ഈ ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതിന്റെ ചാർജ്, ബാറ്ററിയുടെ ചാർജ് എത്രയായെന്ന് ലെവല് നമുക്ക് ഇവിടെ കാണാം. ഒരു ഇൻഡിക്കേഷൻ കാണാം. ഇതിൽ ഒന്ന് ഫസ്റ്റ് ഏറ്റവും കുറവുള്ള ഇവിടെ കാണാം, 2, 3 കട്ട കാണിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ എത്ര ചാർജ് ഉണ്ടെന്ന് ഞാൻ നമ്മൾ ഈ ഒരു ബാറ്ററിന്റെ ഇവിടെ ചിഹ്നം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇവിടെ ഗ്രീൻ ഫുള്ളായിട്ട് കത്തുന്നുണ്ടെങ്കിൽ ഫുൾ ചാർജ് ആണ്. അപ്പോൾ
ഇതിലൊന്ന് കുറയുകയാണെങ്കിൽ അത്രയും 75% ആ റേഞ്ചിലുണ്ടാവും. 75 ഏകദേശം എത്ര 60. ഓരോ LED കുറയുന്നത് എത്ര ശതമാനം? ഇപ്പോൾ ലാസ്റ്റ് ഈ ഒരു ലാസ്റ്റിൽ LED മാത്രമാണ് ബ്ലിങ്ക് പ്രസ് ചെയ്തിരിക്കുമ്പോൾ കത്തുന്നതെങ്കിൽ അത് ലോ ബാറ്ററി ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഫുള്ള് ഓഫായിട്ട് പെട്ടെന്ന് ഓഫായി പോകുന്നതായിരിക്കും. മാക്സിമം ഇത് ഈ 2 ആമ്പിയർ ഏകദേശം നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. ഏകദേശം 20 മിനിറ്റേ കിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം കട്ട് ചെയ്യേണ്ടവർക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ 2 ബാറ്ററി വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്ത് ഇടുകയും ചെയ്യാം. അപ്പോൾ ചെറിയ ആവശ്യങ്ങൾക്ക് പൈപ്പ് കട്ട് ചെയ്യാനൊക്കെ ഈ ഒരു ബാറ്ററി മാത്രം മതി. നമുക്ക് ജസ്റ്റ് ഇനി കോൺക്രീറ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കോൺക്രീറ്റ് ബ്ലേഡ് തന്നെ ഉപയോഗിച്ചിട്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ചുമരൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോ കാണാം. ഓക്കെ, ബൈ.